SFIയുടെ പ്രതിഷേധ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് കാലിക്കറ്റ് സർവകലാശാല ഇന്ന്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധം ഇന്നുണ്ടാകില്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഗവർണർ പോകുന്നത്. അതേസമയം ഗവർണറെ വിമർശിച്ച് ഇന്നും മന്ത്രിമാർ രംഗത്തുണ്ട്. നിയമസഭ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടും ചാൻസലർ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കരുതെന്ന് മന്ത്രി പി രാജീവ് ഇന്ന് പ്രതികരിച്ചു. സർക്കാർ സ്പോൺസേഡ് സുരക്ഷയിൽ സഞ്ചരിച്ച ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ശരിയാണോ എന്ന് ഗവർണർ ആലോചിക്കണം. സംസ്ഥാനത്തിനെതിരെ ഗവർണർ പ്രതിപക്ഷ മുന്നണി പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി പി രാജീവ് ആരോപിച്ചു. അനർഹരെ തിരികെ കയറ്റുമ്പോൾ വിദ്യാർത്ഥി രംഗത്തുള്ള പ്രതിഷേധിക്കണ്ടേ, അവർ കാര്യങ്ങൾ പറയണ്ടേ? അതവർ പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. തെറ്റായ പ്രവൃത്തിയല്ലേ ഗവർണർ ചെയ്തത്. അവിടെ BMSന്റെയും അതുപോലെ തന്നെ AVPയുടെയും ഒക്കെ പ്രവർത്തകരെ തിരികെ കയറ്റുക, ഏതെങ്കിലും തരത്തിലുള്ളതിന്റെ നിലവിലുള്ള എല്ലാ നോംസുകൾക്കും വ്യത്യസ്തമായി വ്യവസ്ഥാപിതമായ രൂപങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ ഗവർണർ പെരുമാറുന്നു, അല്ലെങ്കിൽ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു. അത്തരം രൂപത്തിലേക്ക് ഒരു ഗവർണർ തരം താഴാവോ? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി പ്രതികരിച്ചില്ലെങ്കിൽ SFI അല്ല. അതുകൊണ്ട് വിദ്യാർത്ഥി സമരം തികച്ചും ന്യായമാണ്, ശരിയാണ്. വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുമ്പോൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ SFI അല്ലാതായി മാറും എന്നായിരുന്നു VN വാസവന്റെ പ്രതികരണം. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. സർക്കാർ സുരക്ഷയിൽ നിന്ന് പേരക്കുട്ടികളുടെ പ്രായമുടകളെ വെല്ലുവിളിക്കുന്ന ഗവർണർ സ്വന്തം പ്രായമെങ്കിലും ഓർക്കണം എന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഗൺമാന് തോക്ക് കൊടുത്തത് ഉമ്മ വയ്ക്കാനല്ല വെടിവെക്കാനാണ് എന്ന കുപ്രസിദ്ധമായ ഉദ്ധരണിയുണ്ട്. അത് മറ്റേ KPCC പ്രസിഡന്റ് K സുധാകരന്റേതാണ്. നിങ്ങളെല്ലാം കാണിച്ചിട്ടുള്ളൊരു പ്രസംഗമാണ്. ഒരാളെ വെടിവെച്ച് കൊന്ന ശേഷം KPCC പ്രസിഡന്റ് സുധാകരൻ ന്യായീകരിച്ചതാണ് തോക്ക് ഗൺമാന്റെ കയ്യിലുള്ള തോക്ക് ഉമ്മ വയ്ക്കാനല്ല വെടിവെക്കാനുള്ളതാണ്, ഇനിയും വെടിവെക്കും എന്ന്. അപ്പോ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സുധാകരൻ വേറൊരു കാര്യം ഇന്നലെ പറഞ്ഞു, ആരെങ്കിലും ബസ്സിന്റെ മുമ്പിൽ ചാടി എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കെന്താ, അത് അയാളുടെ ഉത്തരവാദിത്വമല്ലേ? അതായിരുന്നു പ്ലാൻ. ആരെങ്കിലും ബസ്സിന്റെ മുമ്പിലേക്ക് തള്ളിയിട്ട് അപായപ്പെടുത്തുക, അതിന്റെ പേരിൽ നാട് മുഴുവൻ കലാപം സൃഷ്ടിക്കുക. ആ പ്ലാൻ പൊളിഞ്ഞതിന്റെ നിരാശ പ്രതിപക്ഷത്തിന് കാണും. അത് പൊളിക്കുകയാണ് ഗൺമാനും പോലീസും ഒക്കെ ചെയ്തത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ ഈ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം ഇന്നത്തെ ദിവസം ഒഴിവാക്കിയിരിക്കുകയാണല്ലോ. എന്താണ് അതിനുള്ള കാരണം? എപ്പോഴാണ് ഗവർണർ ഈ സാദിഖ് അലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങുക? അദ്ദേഹത്തിന് ഈ അസാധാരണമായ രീതിയിലൊരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? മാത്രമല്ല, ഗവർണർക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് മന്ത്രിമാർ ഇന്നും രംഗത്തുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഏകദേശം 1 മണിക്കൂറിനകം തന്നെ ഗവർണർ ഈ സർവകലാശാല ഗസ്റ്റ് ഹൗസിനകത്ത് നിന്ന് പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11:10 ഗവർണർക്ക് ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പോകേണ്ട സമയം പറഞ്ഞിരിക്കുന്നത്. 11:10 ഇവിടെ നിന്നും ഇറങ്ങും. അതിനുശേഷം 12 മണിയോടുകൂടി കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ എത്തിച്ചേരും. 1:50 കൃത്യമായി പറഞ്ഞാൽ 1:50 സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ വീണ്ടും എത്തിച്ചേരും എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. SFIയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ പ്രതികരണം ഇന്നിപ്പോൾ പ്രതിഷേധങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ തന്നെ ഇക്കാര്യം ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ പോകുന്നതിനാൽ അതൊരു ഔദ്യോഗിക പരിപാടി അല്ലാത്തതിനാൽ ഇന്ന് പ്രതിഷേധങ്ങളൊക്കെ മാറ്റിവെക്കാൻ SFI നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അത്തരത്തിൽ റോഡുകളിൽ കരിങ്കൊടി പ്രതിഷേധം പോലുള്ളവ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും വേണ്ട എന്നൊരു നിലപാടിലേക്ക് SFI എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹമായതിനാൽ ഒട്ടേറെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അവിടേക്ക് എത്തിച്ചേരും. CPMന്റെയും മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോയാൽ അത് SFIക്ക് രാഷ്ട്രീയമായ ക്ഷീണമുണ്ടാക്കും. SFIയുടെ CPMന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ ഉൾപ്പെടെ അതിനെ മറുപടി പറയേണ്ടി വരും എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ SFI ഇങ്ങനെയൊരു നിലപാട് ഔദ്യോഗികമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം പാടെ ഒഴിവാക്കിയിരിക്കുന്നു. പകരം നാളെ തിങ്കളാഴ്ച സർവകലാശാലയിൽ ഗവർണർക്ക് ഔദ്യോഗികമായ പരിപാടിയുണ്ട്. സംഘപരിവാർ പോഷക സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സനാതന ധർമ്മപീഠം ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു ധർമ്മപ്രചാരകൻ എന്ന ഒരു സെമിനാറാണ് ഗവർണർ പങ്കെടുക്കുന്നത്. ആ സെമിനാറിൽ കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്നാണ് SFIയുടെ നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അരുൺ, ഈ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം എന്നത് SFIയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയുടെ ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പ്രഖ്യാപിത സമരമായി മുന്നോട്ട് പോവുകയാണ്.
മന്ത്രിമാരാകട്ടെ ഗവർണർക്കെതിരെ ഉറച്ച നിലപാടുമായി നിൽക്കുകയുമാണ്. ഗവർണർ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് അമിതമായ അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ഒരുക്കുന്ന സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടോ? ഒരുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ? ഗോപികൃഷ്ണൻ, എന്തായാലും ഇന്ന് ഇപ്പോൾ ഇവിടെ നിലവിൽ കർശനമായ സുരക്ഷയുണ്ട്. മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് 2 ഡിവൈഎസ്പിമാർക്കാണ് സുരക്ഷാ ചുമതലയുള്ളത്. 200-ലധികം പോലീസുകാരെ ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് അകത്തേക്കും സർവകലാശാലയിൽ നിന്ന് പുറത്തേക്കുമുള്ള പ്രവേശനങ്ങളൊക്കെ തന്നെ ഇന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്ക് ആളുകളെ അത്രത്തോളം പരിശോധിച്ചതിന് ശേഷം മാത്രമേ കടത്തിവിടുന്ന ഒരു സാഹചര്യം നിലവിലുള്ളൂ. വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പ്രതിഷേധം ഇല്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് പോലീസ് അയവ് വരുത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ ഗവർണറുടെ പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനാൽ അവിടെ വെച്ച് ഗവർണർ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നടത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ്. ഇന്നലെ ചോദിക്കാൻ കാരണം സ്വാഭാവികമായും അദ്ദേഹത്തിന് പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ സ്പോൺസേഡ് സുരക്ഷയിൽ സഞ്ചരിക്കാൻ ഗവർണർക്ക് നാണമില്ലേ? ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെ നിയമസഭ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടും ചാൻസലർ പദവിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ഗവർണർ എന്നൊക്കെ മന്ത്രിമാരുടെ ഇന്നത്തെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം സ്വാഭാവികമായി പ്രകോപിതനാകാൻ സാധ്യതയുള്ള പരാമർശങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുമോ എന്ന്. ഇന്ന് മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ഈ സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മന്ത്രിമാരുടെ പരാമർശങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് വി എൻ വാസവൻ്റെയൊക്കെ പരാമർശങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്രത്തോളം പ്രകോപനപരമായ പരാമർശങ്ങളാണിപ്പോൾ ഗവർണർക്കെതിരെ മന്ത്രിമാർ ഇന്ന് നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ ഇന്ന് ഗവർണർ പ്രതികരിക്കാനുള്ള സാധ്യത നിലവിൽ തള്ളിക്കളയാനാവില്ല. പക്ഷേ ഈ 11 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല. 1:50 ശേഷം സർവകലാശാലയിൽ എത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലൊരു നിലപാടിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ളത് സാദിഖ് അലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിലാണ്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഗവർണർ ഇറങ്ങുന്നതുകൊണ്ട്, അതായത് ഔദ്യോഗിക പരിപാടി അല്ലാത്തതുകൊണ്ട് SFI ഇന്ന് പ്രതിഷേധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഗവർണർക്കുള്ള സുരക്ഷ അതേപടി ഇതിന് തുടരും. അദ്ദേഹത്തിന് പുറത്തേക്ക് പോയി അദ്ദേഹം തിരിച്ചു വന്ന ശേഷം ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം മന്ത്രിമാർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ ഗവർണർ പ്രതികരിക്കാൻ ഉള്ള സാഹചര്യത്തെ നമ്മൾ ഉണ്ട് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എപ്പോഴുണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുണ്ടായിട്ടില്ല. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയെ തള്ളി മന്ത്രി എം പി രാജേഷ്. മർദ്ദനം നീതീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എം പി രാജേഷ് 24-നോട് പറഞ്ഞു. കായംകുളത്ത് തന്നെ ഇന്നലെ ഈ ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറഞ്ഞില്ല. കാരണം ഡിവൈഎഫ്ഐ ടീഷർട്ട് ഇട്ട വോളണ്ടിയർമാരാണ്. ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം പ്രതിഷേധിക്കുന്നു, അയാളെ ചവിട്ടുന്നു കാലുകൊണ്ട്. അത്തരം രീതികൾ ശരിയാണ്? അല്ല, അങ്ങനെ നീതീകരിക്കാനാവാത്ത ഒരു കാര്യത്തെയും നീതീകരിക്കുകയില്ല, ന്യായീകരിക്കുകയില്ല. കായംകുളത്ത് തന്നെ ഇന്നലെ ഈ ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറഞ്ഞില്ല. കാരണം ഡിവൈഎഫ്ഐ ടീഷർട്ട് ഇട്ട വോളണ്ടിയർമാരാണ്. ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം പ്രതിഷേധിക്കുന്നു, അയാളെ ചവിട്ടുന്നു കാലുകൊണ്ട്. അത്തരം രീതികൾ ശരിയാണ്? പോലീസ് നോക്കി നിൽക്കെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂർ 24-നോട് പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ പോലീസിനെ തെല്ലും ഭയപ്പെടാതെ അവര് എന്നെ കസ്റ്റഡിയിൽ എടുത്ത് അവര് വാഹനത്തിലേക്ക് മാറ്റുന്ന സമയത്താണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ വന്ന് എന്നെ മർദ്ദിക്കുന്നത്. അവര് പിന്നിലൂടെ എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. കൊലവിളി എന്ന് തന്നെ പറയണം. നിന്റെ കഴുത്തിന് മുകളിൽ തല വെച്ചേക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കൊലവിളി നടത്തിയത്. കായംകുളം റെസ്റ്റ് ഹൗസിന് മുന്നിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചപ്പോഴായിരുന്നു ഈ ക്രൂരമർദ്ദനം ഉണ്ടായത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ഉണ്ട്. മനീഷ്, ഈ കായംകുളത്ത് ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഡിവൈഎഫ്ഐക്കാർ കൈകാര്യം ചെയ്ത സംഭവം വീണ്ടും ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സംഭവങ്ങളുടെ ഭാഗമായി തന്നെ കാണേണ്ടതല്ലേ? പോലീസ് നോക്കി നിൽക്കുകയാണ് മർദ്ദനം ഉണ്ടായത് എന്നാണല്ലോ ഈ മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനായ അജിമോൻ കണ്ടല്ലൂർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയം ഇപ്പോൾ, ഏതവസ്ഥയിലാണ് ഈ വിഷയം ഇപ്പോൾ നിൽക്കുന്നത്? ആരുടെയെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എം പി രാജേഷ് ഇപ്പോൾ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്?
ഗോപികൃഷ്ണൻ, നിലവിൽ അജിമോൻ കണ്ടല്ലൂർ ഇത് സംബന്ധിച്ച് കായംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കായംകുളം പോലീസ് ഇന്നലെ വൈകിട്ട് പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അജിമോൻ കണ്ടല്ലൂർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നേരത്തെ ഇന്നലെ കായംകുളത്തെ പ്രഭാത യോഗത്തിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി നവകേരള സദസ്സ് വേദിയിലേക്ക് പോകുന്ന സമയത്താണ് അജിമോൻ നിരത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി കരിങ്കൊടി കാണിച്ചത്. പക്ഷേ ആ സമയത്ത് അജിമോനെ കൂടാതെ മറ്റ് പ്രവർത്തകരെ എല്ലാം തന്നെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു. അതിനു മുൻപ് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അവശേഷിച്ച ഏക ഒരാൾ ഭിന്നശേഷിക്കാരനായ അജിമോനായിരുന്നു. പക്ഷെ അജിമോൻ ഭിന്നശേഷിക്കാരനാണ്, കാലില്ലാത്ത ആളാണ്, വികലാംഗനാണെന്നുള്ള കാര്യം പോലീസുകാർക്കും ഈ മർദ്ദിച്ചവർക്കും തന്നെ വ്യക്തമായി അറിയാവുന്നത്. അതിന്റെ എല്ലാം അറിവോടുകൂടിയാണ് പോലീസുകാർ നോക്കി നിൽക്കെ അജിമോനെ ചവിട്ടിയത്. ഒപ്പം തന്നെ ജീപ്പിൽ കയറ്റിയപ്പോൾ തലയ്ക്ക് മുകളിൽ കഴുത്തിന് മുകളിൽ തല കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഒരു ഭിന്നശേഷിക്കാരനായ ആളെ, അതായത് ഉടനീളം പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഉള്ള ആളുകൾക്കെതിരെ, അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്കെതിരെ പോലും അക്രമം അഴിച്ചുവിടുന്നു. പക്ഷെ പോലീസ് നോക്കി നിൽക്കുകയാണ്. പോലീസ് അവരെ പിടിച്ചു മാറ്റുക അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ മാത്രം അടിച്ചമർത്തുന്ന രീതി ആലപ്പുഴയിൽ ഉടനീളം ഉണ്ടായപ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ ആക്രമിക്കപ്പെട്ടതിൽ ഇപ്പോഴും പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. നിലവിൽ MP രാജേഷ് മാത്രമാണ് നീതീകരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി മനീഷ്, ഏതായാലും കായംകുളം റെസ്റ്റ് ഹൗസിന് മുന്നിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചപ്പോഴായിരുന്നു ഭിന്നശേഷിക്കാരനായ അജിമോൻ കണ്ടല്ലൂരിന് മർദ്ദനമേൽക്കേണ്ടി വന്നത്. പോലീസ് നോക്കി നിൽക്കുകയാണ്, ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് അജിമോൻ പിന്നീട് 24-നോട് പറഞ്ഞത്. ഏതായാലും ഈ കാര്യത്തിൽ മറ്റു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. മന്ത്രി MP രാജേഷ് മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറുമായി സംസാരിച്ചപ്പോൾ MP രാജേഷ് പറഞ്ഞത് ഇതിൽ നീതീകരിക്കാനാകാത്ത കാര്യങ്ങൾ നീതീകരിക്കാൻ നിൽക്കില്ല എന്നാണ്. മനീഷ് മഹിപാലാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയുള്ള പ്രതിഷേധത്തിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രി MP രാജേഷ്. ആരെയെങ്കിലും ബസ്സിന് മുൻപിൽ തള്ളിയിട്ട് കലാപമുണ്ടാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. അത് പൊളിക്കാനാണ് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ശ്രമിച്ചതെന്ന് മന്ത്രി MP രാജേഷ് വിശദീകരിച്ചു. ഗൺമാന് തോക്ക് കൊടുത്തത് ഉമ്മ വയ്ക്കാനല്ല വെടിവെക്കാനാണ് എന്ന കുപ്രസിദ്ധമായ ഉദ്ധരണിയുണ്ട്. അത് മറ്റേ KPCC പ്രസിഡന്റ് K സുധാകരൻ്റെതാണ്. നിങ്ങളെല്ലാം കാണിച്ചിട്ടുള്ളൊരു പ്രസംഗമാണ്. ഒരാളെ വെടിവെച്ച് കൊന്ന ശേഷം KPCC പ്രസിഡന്റ് സുധാകരൻ ന്യായീകരിച്ചതാണ് തോക്ക് ഗവൺമെന്റ് കയ്യിലുള്ള തോക്ക് ഉമ്മ വയ്ക്കാനല്ല വെടിവെക്കാനുള്ളതാണ്, ഇനിയും വെടിവെക്കും എന്ന്. അപ്പോൾ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സുധാകരൻ വേറൊരു കാര്യം ഇന്നലെ പറഞ്ഞു, ആരെങ്കിലും ബസ്സിന്റെ മുമ്പിൽ ചാടി എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കെന്താ, അത് അയാളുടെ ഉത്തരവാദിത്വമല്ലേ. അതായിരുന്നു പ്ലാൻ. ആരെങ്കിലും ബസ്സിന് മുമ്പിലേക്ക് തള്ളിയിട്ട് അപായപ്പെടുത്തുക, അതിന്റെ പേരിൽ നാട് മുഴുവൻ കലാപം സൃഷ്ടിക്കുക. ആ പ്ലാൻ പൊളിഞ്ഞതിന്റെ നിരാശ പ്രതിപക്ഷത്തിന് കാണും. അത് പൊളിക്കുകയാണ് ഗൺമാനും പോലീസും ഒക്കെ ചെയ്തത്. നവകേരള സദസ്സിനുള്ള ജനപിന്തുണ കണ്ടുള്ള ചിലരുടെ അസ്വസ്ഥതയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയുള്ള പ്രതിഷേധം എന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. K സുധാകരൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അദ്ദേഹമല്ലേ ഗൺമാന്റെ കയ്യിൽ തോക്ക് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നാളാണല്ലോ. അപ്പോൾ ആ ഗൺമാൻ വെടിവെച്ചത് അദ്ദേഹത്തിന്റെ തോക്ക് ആ ഗൺമാനിന് അധികാരമാണ്, ഇനിയും വെടിവെക്കും എന്ന് പറഞ്ഞാലാണ് ഗൺമാൻ എന്താ ഇതെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും, അവരത് സംബന്ധിച്ച് തിരിച്ചറിയുന്നുണ്ട്. അത് വല്ലാത്ത ജനപങ്കാളിത്തം വന്നപ്പോൾ ആകെ അസ്വസ്ഥത എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത്. ബോധപൂർവമായി പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തുന്നില്ലെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാണിക്കുന്നത് അപമാനകരമാണെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ ബോധപൂർവമായി തീരുമാനിച്ച് പ്രതിഷേധ സമരങ്ങളെ ഒന്നും ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഒരു അനുഭവമില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ മഹത്തായിട്ടുള്ള യാത്രയെ അല്ലെങ്കിൽ നവകേരള സദസ്സിനെ അത് ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാനപരമായ ആശയത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊടുക്കുന്നതിന് പകരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് തികച്ചും അപമാനകരമാണ്. അത് ജനങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ അതിൽ പ്രതിഷേധിക്കുകയും ചെയ്യും. വീട്ടിലിരുന്നവരെ ആരെയും പോലീസ് മർദ്ദിച്ചില്ലല്ലോ എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിഷയത്തോടുള്ള പ്രതികരണം. വീട്ടിലിരുന്ന് ആരെയും അടിച്ചിട്ടില്ലല്ലോ. അടിച്ചോ? സമരം ചെയ്തവരെ അടിച്ചില്ല. സമരത്തിന്റെ മറവിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, ശാരീരിക ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിച്ച ക്രിമിനലുകളെയാണ് അടിച്ചത്. ആ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് ഗൺമാൻ എന്ന പോസ്റ്റ്, മനസ്സിലായില്ലേ?
ഇന്നലെ SFIയുടെ പ്രവർത്തകരുടെ തല പോലീസ് അടിച്ചു പൊട്ടിച്ചല്ലോ. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. കാരണം അവർക്ക് സംരക്ഷിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയോ ഗവർണറോ ആരും ആയിക്കോട്ടെ, ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ബാധ്യപ്പെട്ട സംരക്ഷണം കൊടുക്കണം. പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം. അതിന് ഞങ്ങളെതിരല്ല. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തെ മന്ത്രി VN വാസവനും പിന്തുണച്ചു. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ സംബന്ധിച്ചോളം ആ ഭരണാധികാരിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക സ്വാഭാവികമായി വേണ്ട കാര്യങ്ങളാണ്. അതിന് സുരക്ഷാ ഭടന്മാരുണ്ടാകും. അവരവരുടെ ഡ്യൂട്ടി ചെയ്യും. അതിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. അതിനെ ആക്രമണമായി ചിത്രീകരിക്കേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കൊരു ആക്രമണം ഏൽക്കേണ്ടി വന്നാൽ എന്തായിരിക്കും നാളത്തെ വാർത്ത? മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരുടെ ഡ്യൂട്ടിയാണ്. പാർട്ട് ഓഫ് ദെയർ ഡ്യൂട്ടി. അവരെ നിർവഹിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയമായ മാനങ്ങൾ അതിനില്ല. അത് കൃത്യമായി മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി ഷഫീദ് റൌത്തർ ഉണ്ട് നമ്മളോടൊപ്പം. ഷഫീദ്, കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ ചെടിച്ചട്ടി കൊണ്ടും ഈ ഹെൽമറ്റ് കൊണ്ടും അടിച്ച് അവർ ജയിലിൽ നിന്ന് തിരികെ വന്നപ്പോൾ വീരോചിതമായി സ്വീകരണം നൽകി അവിടെ മാടായി ലോക്കൽ ഏരിയ കമ്മിറ്റി. അതിനുശേഷം പിന്നീട് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ലാത്തി കൊണ്ട് അടിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതാ ഈ ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരനെ മർദ്ദിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഈ നവകേരള സദസ്സിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളെ ഈ നിലയ്ക്ക് അടിച്ചമർത്തുമ്പോൾ അതിനെ മുഴുവൻ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്ത് വരുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. എന്താണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സിന്റെ വേദിയിലിരുന്ന് മുന്നിലിരിക്കുന്ന ആൾക്കൂട്ടത്തെ മാത്രമേ കാണാറുള്ളൂ. അതിന് പിന്നാലെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിട്ട് മുഖ്യമന്ത്രി മൗനിയായി തുടരുകയാണെന്നുള്ളതാണ് ഇക്കാര്യത്തിലെ സംശയം. ഇന്നലെ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസമായി നടന്ന 2 സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനം ഒന്ന്, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള അനിൽ കല്ലിയൂർ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പ്രചരിച്ചിട്ടും മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണമായിരുന്നു നടത്തിയത്. അതിനുശേഷമാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ കായംകുളം റെസ്റ്റ് ഹൗസിന് മുൻപിൽ വെച്ച് ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ DYFI വോളണ്ടിയർമാർ നിലത്തിട്ട് ചവിട്ടുന്നത്. ഈ 2 വിഷയങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ മന്ത്രിമാരോട് പ്രതികരണം തരുന്നത്. ഒരു മന്ത്രി മാത്രം ഈ DYFI പ്രവർത്തകർ ഭിന്നശേഷിക്കാരനെ നിലത്തിട്ട് ചവിട്ടിയതിൽ മന്ത്രി MB രാജേഷ് മാത്രം ന്യായീകരിക്കാൻ കഴിയാത്തതിനെ ന്യായീകരിക്കാൻ ആവില്ല എന്നുള്ളൊരു പ്രതികരണവും അദ്ദേഹം രംഗത്തെത്തി. അതും 2 വരിയിൽ അദ്ദേഹം ആ പ്രതികരണം ഒതുക്കി എന്നുള്ളതാണ്. ബാക്കി മന്ത്രിസംഘം ആകെ ഈ സംഭവങ്ങളെ ആകെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള അനിൽ കല്ലിയൂർ, അതേപോലെ തന്നെ ഈ ആക്രമണം നടത്തിയ DYFI പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ന് മന്ത്രിമാരുടെ പ്രതികരണം, അതിൽ ഏറ്റവും പ്രധാനമായും മന്ത്രി P രാജീവ്, മന്ത്രി MB രാജേഷ് എന്നിവർ പറഞ്ഞത്, KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരൻ തന്നെ മുൻപൊരിക്കൽ പറഞ്ഞത് ഗൺമാന്മാർക്ക് തോക്ക് കൊടുത്തിരിക്കുന്നത് ഉമ്മ വയ്ക്കാനല്ല, പകരം ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനെന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തി. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷ, മന്ത്രിമാരുടെ സുരക്ഷ അത് മാത്രമാണ് ഉറപ്പാക്കിയത്. അതിനുമപ്പുറത്തേക്ക് അവർ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഈ MB രാജേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ബസ്സിന് മുമ്പിലേക്ക് എടുത്ത് ചാടി ഒരു അപകടം ഉണ്ടാക്കുക, അപായപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുക, അതിനുശേഷം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ്. നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം അടക്കമുള്ള കാര്യങ്ങൾ ചിലരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിരളി പൂണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുവെന്ന് മന്ത്രി P രാജീവും പ്രതികരിച്ചു. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്, ഈ വീട്ടിലിരിക്കുന്നവരെ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കുന്നില്ല, മന്ത്രിസംഘം യാത്ര ചെയ്യുന്ന വാഹനത്തിന് മുൻപിലേക്ക് അപകടകരമായ രീതിയിൽ ചാടുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനെ തടയാൻ ശ്രമിക്കും. ആ തടയൽ മാത്രം, സ്വാഭാവികമായ തടയൽ മാത്രമാണ് നടന്നത് എന്നുള്ളതാണ്. ഈ മന്ത്രിമാർ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ നവകേരള സദസ്സിൽ, അതായത് നിലവിൽ ഇപ്പോൾ ഈ നവകേരള സദസ്സ് പത്തനംതിട്ടയിലാണ്. പ്രഭാതയോഗത്തിന് ശേഷം അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. നമ്മൾ ഇന്നും അദ്ദേഹത്തോട് ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കും. അതിനുശേഷം നവകേരള സദസ്സ് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നടക്കുക. അവിടെ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിൽ റാന്നി, കോന്നി, അടൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരും. കരിങ്കൊടി പ്രതിഷേധം അടക്കം തുടരും. നവകേരള സദസ്സ്, നവകേരള യാത്രയും മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടങ്ങളിലും പ്രതിഷേധവുമായി നിൽക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന രീതിയെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രിമാർ ഇന്ന് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പത്തനംതിട്ടയിലാണ് ഇന്ന് നവകേരള സദസ്സ്. അവിടെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് ഷഫീദിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.